പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ശക്തമായി തിരിച്ചടിച്ച ഇന്ത്യ നിർണായകമായ ഒരു നയതന്ത്ര നീക്കത്തിലേക്ക് കടന്നിരിക്കുന്ന ദിവസമാണ്. ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാന്റെ നിലപാടും ഭീകരതയ്ക്കെതിരായി പോരാടുന്ന ഇന്ത്യയുടെ നിലപാടും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഇതിനായുള്ള സർവകക്ഷി പ്രതിനിധി സംഘം വിദേശ സന്ദർശനത്തിനായി പുറപ്പെട്ടിരിക്കുകയാണ്. മലയാളിയായ ജോൺ ബ്രിട്ടാസ് ഉൾപ്പെട്ട ആദ്യ സംഘമാണ് ഇപ്പോൾ യാത്ര തിരിച്ചിട്ടുള്ളത്. അതേസമയം സർവകക്ഷി സംഘത്തെ ചൊല്ലി ഇന്ത്യ സഖ്യത്തിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമായിരിക്കുകയാണ്. സർവകക്ഷി സംഘത്തെ അയക്കുന്ന സർക്കാർ നടപടി ഗൗരവമുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് എന്നാണ് കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നത്. എന്നാൽ രാഷ്ട്രീയത്തിന് അതീതമായി ഒറ്റ മനസ്സോടെയാണ് യാത്ര എന്ന് NCP നേതാവ് സുപ്രിയ സുലെ പറയുന്നു. उसके बाद कांग्रेस अध्यक्ष खड़गे जी और नेता प्रतिपक्ष लोकसभा राहुल गांधी जी ने प्रधानमंत्री को खुद खत लिखा कि आप पार्लियामेंट का एक विशेष सत्र बुलाइए, लोकसभा और राज्यसभा का विशेष सत्र में चर्चा हो जो आतंकवाद हमले हुए हैं पहलगाम पर, उसके बाद में जो कदम भारत सरकार की ओर से उठाया गया है। ऑपरेशन सिंदूर पर चर्चा नहीं होनी चाहिए क्योंकि वो संवेदनशील मामला है, पर जो राजनीतिक मुद्दे खड़े होते हैं, पाकिस्तान का बार बार इस आतंकवाद हमलों को समर्थन करना, सूत्रधार वो ही हैं, चीन और पाकिस्तान के बीच में जो अभी जुगलबंदी बन गया है. And this is not about politics. We are going as proud Indians who want to fight against terrorism, and we condemn any terrorist activities anywhere in the world. നിഷ പുരുഷോത്തമനോട്, നിഷ, ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി, ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാടുകളെ പറ്റി ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുക, അവരുടെ പിന്തുണ ഉറപ്പാക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. അതിനാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. പുരുഷോത്തമനോട്, നിഷ, ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ദൗത്യമാണ്. അതിനായിട്ടാണ് ഇപ്പോൾ സഖ്യം പുറപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ യഥാർത്ഥ അവസ്ഥ എന്താണ്? പി ചിദംബരം കഴിഞ്ഞ ദിവസം പറഞ്ഞതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അതിപ്പോ ഈ ദൗത്യ സംഘവുമായി ബന്ധപ്പെട്ട് അവർക്കിടയിൽ സംഭവിക്കുന്ന എന്താണ്, നിഷ? ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്നുള്ള വമ്പൻ നയതന്ത്ര ദൌത്യമായ സർവകക്ഷി സംഘത്തിന്റെ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെട്ട ആദ്യ സംഘം യാത്ര തിരിച്ചു കഴിഞ്ഞു. അവർ ജപ്പാൻ, കൊറിയ, ഇന്തോനേഷ്യ, സിംഗപ്പൂർ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് പോകുന്നത്. ET മുഹമ്മദ് ബഷീർ ഉൾപ്പെട്ട സംഘവും ഇന്ന് രാത്രി യാത്ര തിരിക്കുകയാണ്. എന്തായാലും ഈ സർവകക്ഷി സംഘത്തിന്റെ യാത്ര തുടങ്ങിയതിനു ശേഷവും പ്രതിപക്ഷവും ഭരണകക്ഷിയും തമ്മിലുള്ള വാക്പോര് അവസാനിക്കുന്നില്ല. കോൺഗ്രസ് ഇന്ന് പറഞ്ഞത് ഈ സർവകക്ഷി സംഘത്തെ അയക്കാനുള്ള നരേന്ദ്രമോദിയുടെ തീരുമാനം യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുകൊണ്ടുള്ള ഒരു PR എക്സസൈസ് മാത്രമാണ്, സർക്കാരിന്റെ പ്രചാരവേല മാത്രമാണ് എന്നാണ്. ചൈനയുമായുള്ള സംഘർഷം സംബന്ധിച്ച പ്രശ്നങ്ങൾ, അതുപോലെ പെഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഭീകരർ എവിടെ പോയി എന്ന ചോദ്യം, അങ്ങനെ പലതിൽ നിന്നും ഒളിച്ചോടാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്നാണ് കോൺഗ്രസ് വിമർശിക്കുന്നത്. അതുകൊണ്ടാണ് പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കാത്തതും സർവകക്ഷി സമ്മേളനം വിളിക്കാത്തതും എന്ന് കോൺഗ്രസ് ആരോപിച്ചു. അതേസമയം ഇന്ത്യ സഖ്യത്തിന്റെ തന്നെ ഭാഗമായ ഈ സർവകക്ഷി സംഘത്തിൽ ഒരു ടീമിനെ നയിക്കുന്ന സുപ്രിയ സുലെയോട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതിൽ രാഷ്ട്രീയം കാണേണ്ടതേയില്ല, ഇവിടുത്തെ പ്രത്യേകം രാഷ്ട്രീയ കക്ഷികളായല്ല, മറിച്ച് ഇന്ത്യ എന്ന ഒറ്റ രാജ്യമായാണ്, ആ രാജ്യത്തിന്റെ ഒറ്റ വികാരമായാണ് ഈ സർവകക്ഷി സംഘം വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതെന്നാണ്. അങ്ങനെ കോൺഗ്രസ് അതിശക്തമായ വിമർശനം ഉന്നയിക്കുമ്പോഴും ഘടകകക്ഷികളെ, ഇന്ത്യ സഖ്യത്തിലെ ഘടകകക്ഷിയിൽപ്പെട്ട ചിലർ സർക്കാരിന് അനുകൂലമായി ഇപ്പോഴും ശബ്ദമുയർത്തുന്നു എന്നുള്ളതാണ് ഈ സന്ദർശനത്തിന്റെ മറ്റൊരു പ്രത്യേകത. ശരി നിഷ.